ഹലോ, ഹായ്, നമസ്കാരം, നമസ്തേ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ രാജ സാഹിബാണ്. കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ മറ്റൊരു യാത്രയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇന്നത്തെ ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ നിസാർ അഹമ്മദ് ഫ്രം ഒരു ഹാഫ് മലയാളി മംഗലാപുരത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇവിടെ പലതരത്തിൽ പല ജീവിത ശൈലിയിലൂടെ കടന്നു വന്ന് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പല കഥകളും നമുക്ക് അദ്ദേഹത്തിലൂടെ തന്നെ നമുക്ക് കേട്ടു പോകാം. അദ്ദേഹം വന്ന് പെട്ടത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗൾഫ് റോസ്റ്റ് ട്രേഡിംഗ് കമ്പനിയാണ് ഇപ്പോൾ അദ്ദേഹം ഓൺ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വഴിയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും ഒക്കെ ബിസിനസ്സിനെ കുറിച്ചും അല്ലാതെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അല്പം കുറച്ച് വിശേഷങ്ങൾ അറിയാം. അദ്ദേഹത്തിന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് ഹാർദമായി സ്വാഗതം. അസ്സലാമു അലൈക്കും. നിസാർ അഹമ്മദ്, കൈഫൽ ഹാൽ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ഹബീബി. വളരെ മനോഹരമായ സുന്ദരമായ ഒരു ചിരിയുടെ ഉടമയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിൽ മലയാളം സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ പോലും നാണിച്ചു പോകും. കാര്യം മനോഹരമായിട്ട് മലയാളം സംസാരിക്കുന്ന മംഗലാപുരത്ത് കാരനാണ്. ഒരു ഹാഫ് മലയാളി എന്ന് പറയാം അല്ലേ? ഹാഫ് മലയാളി എന്ന് പറയാം. വൈഫൊക്കെ കൂർഗ്, മടിക്കേരി, കണ്ണൂർന്നൊക്കെ അടുത്താണ്. കൊടക് തന്നെ. കൂർഗ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ 6ഓളം ലാംഗ്വേജ് വളരെ സ്വായത്തമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അത് എഴുത്തും വായന അതൊന്നും ആയിരിക്കത്തില്ല, ഇവർക്ക് പറയാൻ ഭയങ്കര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നിസാർ അഹമ്മദിനെ കുറിച്ച് നമ്മൾ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ അവിടുന്ന് ഒരു കള്ളവണ്ടി കയറി അല്ലേ? കള്ളവണ്ടി എന്ന് പറയാൻ പറ്റില്ല. സിനിമ നടന്മാരുടെ പറയാതെ സ്റ്റോറി ഒക്കെ ഉള്ള മാതിരി പറഞ്ഞ പോലെ അങ്ങനല്ല, കള്ളവണ്ടിയല്ല. പക്ഷെ ആൾക്കാർ, ഞാൻ ആദ്യം ബൊംബെയിലായിരുന്നു പോയത് എൻ്റെ 15ാമത്തെ വയസ്സിലാണ്. ടിക്കറ്റിന് 200-300 രൂപ ആയിരുന്നു മാംഗ്ലൂരിൽ നിന്ന്. പക്ഷെ അത് 92ന്റെ കാര്യം ഞാൻ പറയാം. കടം വാങ്ങിയിട്ടാണ്. കടത്തിൽ തന്നെ ബോംബെ പോയി അവിടെ 10 വർഷം ജോലി ചെയ്ത് പിന്നെ ഇങ്ങോട്ട് സൗദി വരുമ്പോൾ കടം തന്നെ, വീണ്ടും കടം. അങ്ങനെ കടവും വാങ്ങിച്ചിട്ട് അവിടുന്ന് ബോംബെയിൽ വന്ന 10 വർഷത്തെ അവിടുത്തെ ഒരു ജീവിതം. അങ്ങനെ ആ ജീവിതം എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുർള എന്ന് പറയുന്ന സ്ഥലത്ത്, അപ്പോൾ അവിടെ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിൽ എന്ന് പറഞ്ഞാൽ പെർ ഡേ 10 രൂപ അന്ന് ശമ്പളം. ക്ലീനിങ് ചെയ്യാം. ഏത് കാലത്തായിരുന്നു? 92-93. അപ്പൊ എനിക്ക് 15 വയസ്സായി ഉണ്ടായിരുന്നു. അതെന്താണ് ഒരു സമയത്ത് അങ്ങനെ ഒരു തിരിച്ചറിവ് അങ്ങനെ തോന്നാനുള്ള? ഞാൻ വീട്ടില് അറിവാണോ, ഇല്ലാഴികയാണോ? രണ്ടൊന്നും പറയാം. പലതും നമ്മൾ ഈ പല സിനിമകള് ഇൻസ്പയർ ചെയ്യുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും കയറി വന്നതാണോ? അതും പറയാം. എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള പ്രാരബ്ധം. ബാപ്പാക്ക് ചൊയ്ത്ത് തൊഴിലാളി എന്താ പറയാ മലയാളത്തിൽ, ചുമട്ട് തൊഴിലാളിയാണ്. അതാണ്. 4 മക്കള്, 2 പെണ്ണ്. അപ്പൊ കേരളത്തിലെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കെട്ടിച്ചു. അതെ, ചെറിയ പെങ്ങള. പിന്നെ ഒരു ബ്രദറാണ് എൻ്റെ ഒന്നിച്ചിട്ട് ഇവിടെ ഉണ്ട്, ഒന്നിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിസ്റ്ററാണ് പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മാംഗ്ലൂരിൽ. അത് കൃത്യമായ പാഠങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ അവര് അവിടെയാണ്, കൂർഗിൽ തന്നെ. അല്ല, മാംഗ്ലൂരാണ്. ഞങ്ങൾ ഇപ്പോൾ മാംഗ്ലൂരാണ്. മാംഗ്ലൂർ പറഞ്ഞാൽ വൈഫിന്റെ സ്ഥലമാണ് കൂർഗ്. ഇപ്പോൾ ബോംബെ പോയത് അതാണ് പ്രാരബ്ധം. വീട്ടിന് കോളേജൊക്കെ പകുതിയിൽ വിട്ട് ഫസ്റ്റ് ഇയർ PUC, ഫസ്റ്റ് ഇയർ നിങ്ങൾ +1 എന്ന് പറയുമല്ലോ, ഞങ്ങളോട് ഫസ്റ്റ് PUC എന്ന് പറയും. പകുതിയിൽ വിട്ട് ബോംബെ ബസ് കയറി. പിന്നെ അവിടെ എന്തൊക്കെ ജോലി ചെയ്ത് ഫൈനലി ഒരു ട്രാവൽ ഏജൻസിയിൽ പിന്നെ ഒരു കടമൊക്കെ നടത്തി വേറെ ആൾക്കാർ എൻ്റെ റിലേറ്റീവ്സിന് തന്നെ. 2002 ഇങ്ങോട്ട് വീണ്ടും കടം. റിലേറ്റീവ്സിൻ്റെ ഒക്കെ സ്വർണ്ണമൊക്കെ ജോലി ചെയ്യുന്ന പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രം ഡേ വൺ ചെയ്തുകൊണ്ടായിരുന്നു. അന്ന് മുതൽ എന്നല്ല, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ ഉണ്ടാവാൻ 14 വയസ്സിൽ തന്നെ ഞാൻ പാല് വിൽക്കാൻ പോകുമായിരുന്നു. രാവിലെ എണിച്ചിട്ട് സൈക്കിളായിട്ട്, പാപ്പൻ്റെ ഒരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു, അപ്പൊ അതായിട്ട് പാല് മറ്റേ പാക്കറ്റ് ഇപ്പൊ മിൽമ മാതിരി. കർണാടകയിൽ നന്ദിനി ശ്രീകൃഷ്ണ മിൽക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ നന്ദിനി ഉണ്ട്, ഇപ്പൊ കൃഷ്ണ മിൽക്ക് ഇല്ല. അന്നേരം കൃഷ്ണ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് എല്ലാ വീട്ടിൽ പോയിട്ട് ഇട്ടിട്ട് അതിന്റെ ശേഷം വന്നിട്ട് പിന്നെ സ്കൂളിൽ പോകും. അന്നേരം തന്നെ ഞാൻ വീട്ടിലേക്കുള്ള ഒരു ബോംബെ പോകാനുള്ള പഠിത്തം വിടാനുള്ള ഇതാണ്. ഒന്ന് ഇവരെ പ്രാരബ്ധത്തും പുറത്ത് കൊണ്ടുവരുന്നത് അതാണ്. ഫാദറിന്റെ എപ്പോഴും ഈ പ്രശ്നം കാണാൻ, ഈ കാലിനെത്തിയ തിളക്ക് ആ ഒരു പറയില്ലേ മലയാളത്തിൽ, അതാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊന്ന് കര കയറ്റാനുള്ള ഒരു ഇത്. ഞാൻ മൂത്ത മകനാണ്. എന്റെ പെങ്ങൾ മൂത്തതാണ്. സെക്കൻഡ് ആണ്ടിൽ ഞാൻ മൂത്തതാണ്. ഈ ഒരു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കാണുമ്പോൾ തോറും നമ്മളെ മനസ്സിങ്ങനെ ഓരോരോ വിങ്ങലുകൾ കൊണ്ട് ഈ ഒരു തീരുമാനം എടുത്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു. അവിടുന്ന്
പിന്നെ അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലാസ്റ്റ് നമ്മുടെ ഇവിടെ ആദ്യം ഗൾഫ് കൺട്രിയിലേക്ക് ഇവിടെ പോകും, ദമാമെന്ന്. ദമാമിൽ തന്നെ. ദമാം അത് 2002 ഫ്രീ വിസ എന്ന് പറയൂ അന്ന്. അതെ, ഇപ്പോൾ ഉണ്ട്, പക്ഷെ അത് ആക്ച്വലി ഫ്രീ വിസ അല്ല, ഫ്രീ വിസ എന്ന് പറയാറാണത്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, സ്പോൺസറായിട്ട്. ഫ്രീ വിസ ഫ്രീയിൽ കിട്ടുന്നത് അങ്ങനൊന്നും അല്ല. ഫ്രീഡം കിട്ടുന്ന വിസ എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലല്ല, അതെ ആക്ച്വലി അങ്ങനല്ല. അത് ട്രേഡ് ഉണ്ടാവും, അത് എല്ലാത്തിലും ട്രേഡ് ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം സ്പോൺസറായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ്. അങ്ങനെയാണ് അത് ഫ്രീ വിസ എന്ന് പറയാം. പിന്നെ വേറെ ജോലി തപ്പി പിടിച്ച് അവിടെ ട്രാൻസ്ഫർ ചെയ്യാം. എൻ്റെ ഒരു കസിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എൻ്റെ ഉമ്മൻ്റെ ഒരു ജ്യേഷ്ഠത്തിൻ്റെ മകനാണ്. വന്ന് ഒരു വർഷം ജോലി ഇല്ലാണ്ട് കുറെ എന്തൊക്കെ ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ ഒരു വർഷം സ്ഥിര ജോലിയിൽ നിന്നില്ലേ. പിന്നെ 2003 ഒരു കമ്പനി കയറി ഒരു 9 വർഷം അവിടെ ജോലി എടുത്ത് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ആയതിൻ്റെ ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ടൊരു പരിപാടി. ഇത് 2013 ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ സമയത്ത് ഇല്ല, പാർട്ട്ണർ ഇല്ലായിരുന്നു. പക്ഷേ കഫീൽ സ്പോൺസർ ഉണ്ടായിരുന്നു. സ്പോൺസറിന്റെ പേരിലാണ്. അല്ല, അപ്പോൾ കഫീലിന്റെ പേരിലാണ് ഉണ്ടായിരുന്നത്. അതൊരു ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു. കഫീലിന്റെ പേരിൽ ഫൈസൽ തൈബി എന്ന് പറഞ്ഞിട്ടാണ് കഫീലിന്റെ പേര്. അവന്റെ പേരിലായിരുന്നു. പിന്നെ ഇപ്പോൾ 2 വർഷം മുമ്പ് ഇവിടെ ഗവൺമെന്റ് പുതിയത് കൊണ്ടുവന്നില്ലേ, അപ്പോൾ ആ നിയമം വന്നിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ പേരിലേക്ക് മാറ്റി, എന്നെ കമ്പനിയാക്കി മാറ്റി. മുമ്പ് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു, ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്. നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെന്ന് വലിയ വലിയ ഹോട്ടൽസിലും ഒക്കെ പ്രീമിയം ലെവലിലുള്ള പല സ്ഥലത്തുനിന്ന് നമ്മൾക്ക് ഇഷ്ടഭോജനം മുമ്പ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ അതിൽ ഇറച്ചിയിലൊക്കെ ഇങ്ങനെ ആവി പറക്കുമ്പോൾ നമുക്കവിടെ ശരിക്കും നിസാർ അഹമ്മദിനെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ആണ് ശരിക്കും ആ സാധനങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് അദ്ദേഹം നമ്മളെ ഇവിടെയുള്ള വലിയ വലിയ ഹോട്ടൽസിനും വലിയ റെസ്റ്റോറൻറ്റ് അല്ലേ, ഇതൊക്കെ ഇതിൽ ഈ പറഞ്ഞ സംഭവം അവരും നമ്മുടെ നോർമൽ മീറ്റും തമ്മിലുള്ള സ്റ്റോറേജ്, അതിനകത്തുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? നോർമൽ മീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ്റെ മീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊക്കെ ഡയറി പർപ്പസിന് വേണ്ടിയിട്ടുള്ള മീറ്റാണ്. പശുവാണ് തട്ടുക. അത് ഒന്നിന് പോരാത്ത സമയത്ത് ഇതങ്ങനല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് മീറ്റിനെ ഉണ്ടാക്കാൻ അതേ അതിന് മാത്രം ഉണ്ടാക്കുക. അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ വേറെ ബ്രീഡ് ഉണ്ട്. അതിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ട്. അതിനെ കെട്ടിയിട്ട് അതിനെ വളർത്താണ്. അതിന് ഇപ്പോൾ ഒരു 3-ാമത്തെ വർഷം ചിലപ്പോൾ അതിനെ സ്ലോട്ടർ ചെയ്യുകയാണെങ്കിൽ ഒരു 2-2.5 വർഷം അതിന് ഗ്രാസ് ഫീഡൊക്കെ ചെയ്യും. അതിൻ്റെ ശേഷം അതിന് ഗ്രെയിൻ ഫീഡ് എന്ന് പറയും. അതിന് കോണ് ഈ മാതിരിയുള്ള ഫുഡ് കൊടുത്തിട്ട് അതിനൊന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിടുന്ന അതിങ്ങനെ വിടൂല. വിട്ടാലത് എക്സസൈസ് ചെയ്തിട്ട് അതിൻ്റെ വിടില്ല. അപ്പം അതിൻ്റെ ഫാറ്റ് അതാണ്. അപ്പം അത് മാർബിളിംഗ് എന്ന് പറയും അതിനെ ഞങ്ങളുടെ ഭാഷയിൽ. അതിൻ്റെ സ്കോറിംഗ് ഒക്കെ ഉണ്ട്. മാർബിളിംഗ് 1+2+3+, അത് 10-11 വരെ പോകും. എത്ര കൂടുതൽ പോകുന്നു അത്ര കൂടുതൽ പ്രൈസ് കൂടും. 1 കിലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില വേറെ വേറെ കട്ടുണ്ട്. ടെൻഡർ ലൈൻ, ട്രിപ്പ് ലൈൻ എന്നൊക്കെ പറയും. അത് ടെൻഡർ ലൈൻ മോസ്റ്റ് ടെൻഡറുള്ള കട്ടാ ബീഫിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റി ഇപ്പോൾ ജാപ്പനീസ് ബീഫ് ഉണ്ട്, കോബെ എന്ന് പറയും. അത് 2000 റിയാലൊക്കെ വരും പെർ കിലോ. 2000 റിയാൽ എന്ന് പറഞ്ഞാൽ 40,000-45,000 രൂപ ഇന്ത്യൻ റുപ്പീസ് അത്ര വരും. അപ്പം ഞങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ കുറച്ച് താഴെയുള്ള ബ്ലാക്ക് ആംഗസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബ്ലാക്ക് ആംഗസ്, അത് ഫേമസ് ഒരു ബ്രീഡാണ്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഓസ്ട്രേലിയൻ ആണ്. ഡയറിക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്, ഉണ്ടാവും. പക്ഷെ അത് ഇല്ല അത് വരില്ല. അത് ക്വാളിഫൈ ആവില്ല. ഫീമെയിൽ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് വല്ല വ്യത്യാസമുണ്ട്? മെയിലാണ് മോസ്റ്റ്ലി. മെയിലുകൾ മാത്രമേ വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ. ഇല്ല, അത് ബ്രീഡിങ്ങിന് ഇവർ നാട്ടിലെ പശുവിനെയും കാളയും അവിടെ എല്ലാ ബീഫ് തന്നെ, എല്ലാ ബീഫാണ്. അത് ബഫേലാണെങ്കിൽ ബീഫ് എന്ന് പറയും. നമുക്ക് ബഫല്ലോ വേറെ, സ്മോൾ ബഫല്ലോ വേറെ, അതെ, പിന്നെ ബീഫ് വേറെ, സ്മോൾ ബീഫ്, അങ്ങനെ വീൽ എന്നൊക്കെ പറയും, ചെറിയ കുട്ടന്. ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം ഹലാലായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ലേ? അതെ, അത് ഇവരെ ഇത് ഹലാൽ ഇതുണ്ടല്ലോ ഇവിടെ ചെക്കിങ് ഉണ്ടാവും. അതെ, ഉണ്ടാവും. ഇവർ അപ്രൂവ് ചെയ്ത പ്ലാന്റ് തന്നെ അത് സാധനം വരും. അതെ, ഇവർ പോവും. ഇവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ. അപ്പൊ ഇവർ അലോട്ട് ചെയ്ത പ്ലാന്റ്, സർട്ടിഫൈ ചെയ്ത പ്ലാന്റിന് സാധനം വരാൻ പറ്റും ഇങ്ങോട്ട്. ബീഫ് അല്ലാണ്ട് പിന്നെ നമുക്ക് മട്ടനിലേക്ക് പോരുകയാണെങ്കിൽ ലാമ്പൊക്കെ അല്ല, ലാമ്പിൽ ആ ടൈപ്പ് ഒന്നുമില്ല. അതെ, ഓസ്ട്രേലിയൻ ആടാണ് കൂടുതൽ ഇവിടെ നടക്കുക. ഇവിടെ കൂടുതൽ ഇതില്ല. ലാമ്പ് ചെറിയ
പറയില്ല കുട്ട എന്ന് പറയില്ല ചെറിയ ലാമ്പ്, അതിന് ലാമ്പ് മട്ടൺ ലാമ്പ് എന്നാ പറയാം. മട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സൈസ് വലുതാണ്. ഇത് കുറച്ച് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അതാണ് കൂടുതൽ ഇവിടെ മൂവിങ് ഉള്ളത്. അത് ഹോട്ടലിലൊക്കെ അതാണ്. മറ്റേ സാധനമൊക്കെ കൂടുതലായിട്ട് അത് കുറച്ച് ഹാർഡായിരിക്കും. അത് ചിലപ്പോൾ ഈ ലേബർ ക്യാമ്പ് ഇവിടുത്തെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകും. ഈ ഹോട്ടലിൽ, റെസ്റ്റോറൻറ്റ്, ഫൈൻ ഡൈനേഴ്സിലൊക്കെ ലാമ്പ് യൂസ് ചെയ്യാറ്. അതെ അതെ അതെ. അത് അവർ ആ ഒരു സാധനം അങ്ങനെ തന്നെ നോക്കി തന്നെ ഗ്രേഡ് നോക്കി തന്നെ നമ്മൾ കൊടുക്കുകയും എടുക്കുകയും ചെയ്തോളൂ. ലാമ്പിൽ അങ്ങനെ കൂടുതൽ ഗ്രേഡഡ് ഇല്ല. അങ്ങനെ ഈ മാർബിളിംഗ് സ്കോറിംഗ് നോക്കിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ബീഫ് ശരിക്കും ബീഫ് തന്നെയാണ്, അത് ബഫല്ലോ അല്ലല്ല, ബീഫ് തന്നെ, ബീഫ് തന്നെയാണ്. അത് എനിക്ക് ഇപ്പൊ ഗൂഗിൾ അടിച്ചാൽ അറിയാം. ആംഗസ് ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വരും. ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയത്തില്ല. എല്ലാവരും നമ്മളിങ്ങനെ കഴിക്കുന്ന മീറ്റും അത് എങ്ങനെയാണ് ഇവിടെ ഉള്ള. അതെ, ഇത് കൂടുതലായിട്ട് ഇത് കറി, ഞങ്ങൾ കറി വെക്കാനുള്ള ആ ടൈപ്പ് ബീഫ് അല്ല, സ്റ്റേക്സ് ഉണ്ടാക്കാൻ. പിന്നെ ബർഗർ, അതെ അതെ, പിന്നെ ബർഗറിനുള്ള പാറ്റിയൊക്കെ ഉണ്ടാക്കാൻ അതാണ് ഗ്രൈൻഡ് ചെയ്തിട്ട്. പക്ഷെ കറി ഞങ്ങൾ നാടൻ സ്റ്റൈലിൽ വെക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, അത് ആ ടേസ്റ്റ് കിട്ടില്ല. ഇല്ല ഇല്ല, ഞങ്ങളിപ്പോ ഞങ്ങളിടുന്ന മാതിരി അതന്നെ വേണം. അപ്പൊ ആ ടേസ്റ്റ് അത് വേറെ തന്നെ. അത് നാടൻ ടേസ്റ്റ് ഇനിയിപ്പോ ഏത് ഇതിൽ കിട്ടൂല. ഞങ്ങളുടെ നാടൻ മട്ട റൈസും ചോപ്പ് റൈസും നാട്ടിലത്തെ മീൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയും അത് വേറെ സുഖമാണ്. ഇത് എപ്പോഴും കുറക്കെ കഴിക്കാം, വീക്ക്ലി വൺസ് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റില്ല. അതെ, അല്ല അല്ല അല്ല, പറ്റില്ല. പിന്നെ നമ്മൾ ഈ കോൾഡ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൾഡ് ഇതിൽ ട്രേഡിങ്ങിൽ വരുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ്? സീ ഫുഡും ചെയ്യുന്നുണ്ട്. പക്ഷേ സീ ഫുഡ് കൂടുതൽ ഞങ്ങൾ ഇവിടുന്ന് ലോക്കൽ പ്രൊക്യൂറാണ് ചെയ്യുക. ലോക്കൽ പ്രൊക്യൂർ കുറേ സീ ഫുഡ് കമ്പനിയൊക്കെ ഉണ്ട്, മലയാളികൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ക്വാളിറ്റി എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. പക്ഷേ ഈ ടൈപ്പ് ഗ്രേഡിങ് അങ്ങനൊന്നും ഇല്ല. ഇല്ല 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 ഇല്ല. മാത്രമാണ് എനിക്ക് ബീഫ് സ്പെഷ്യലായിട്ട് ഈ സാധനം അങ്ങനെ ഈ ഇറച്ചിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവം അത് കേട്ടപ്പോഴത്തേക്കാണ് എനിക്കത് കൗതുകം തോന്നിയത്. അതിൽ സാധാരണ എല്ലാം ഇങ്ങനെ അടിക്കുന്ന സാധനത്തിന് എല്ലാ ബീഫ് എന്ന് തന്നെ പറയും. ഞങ്ങൾ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഫുഡ് സൊല്യൂഷൻ കമ്പനി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കസ്റ്റമറിൻ്റെ കസ്റ്റമർ റിക്വയർമെന്റ് എന്ന് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആവശ്യം എന്നുള്ളത് A to Z എന്ന് പറയാം. വെള്ളം ചോദിച്ചാൽ വെള്ളം കൊടുക്കും, പെപ്സി ചോദിച്ചാൽ പെപ്സിയും കൊടുക്കും, ബീഫ് ചോദിച്ചാൽ ബീഫും കൊടുക്കും. ഓയിലുണ്ട്, ഓയിലൊക്കെ ഞങ്ങൾ ഓൺ ബ്രാൻഡൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യാം. സംസം വെള്ളം നമ്മൾ ഇതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇല്ല, സംസം വെള്ളം തന്നെ. അത് ഇവിടെ അതിന് ട്രേഡിങ് ചെയ്യാർ ഇല്ല. നമ്മൾ ഈ പറഞ്ഞാലോ ഉംറയൊക്കെ കഴിഞ്ഞ് അത് മാത്രം കൊണ്ടുപോകാം. ഞങ്ങൾക്ക് വീട്ടിൽ യൂസ് ഡൊമസ്റ്റിക് യൂസ് മാത്രം, കമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതില്ല. ഇത് ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണോ? അതൊരു നല്ല ഒരു ചാലഞ്ചിങ് തന്നെ. അത് എന്ന് പറഞ്ഞാൽ സാധനം കൊണ്ടുവരിക, ആ ചെയിൻ കട്ടാവാത്ത മാതിരി കോൾഡ് ചെയിൻ -18 എന്നാണ്. അതെ, -18 ഐഡിയൽ. ഇത് ചിലപ്പോൾ 16 ആണെങ്കിലും സാധനം കേട് വരില്ല. പക്ഷെ ഒരു 11-12 ഒക്കെ വന്നാൽ ഇല്ല, അങ്ങനൊന്നും പ്രശ്നമില്ല. പക്ഷെ അല്ല, അത് പ്രശ്നമില്ല. കൂടുതൽ ഇപ്പോൾ എന്തായാലും വരുമല്ലോ, 10-20 മുകളിൽ പോകും, സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് -20 ആകുമ്പോൾ കട്ട് ഓഫ് ആവും, അത് ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ താഴെ വന്നാൽ ഒരു 11-12 ഒക്കെ വന്ന ഈ സമ്മർ സമയത്തൊക്കെ അങ്ങനെ ബ്രേക്ക് ഡൗൺ എന്തായാലും ഇലക്ട്രിസിറ്റി അങ്ങനെ ആവാറില്ല ഇവിടെ. അത് ഒരു ചെറിയൊരു ഇല്ല കറണ്ട് പോവാറുണ്ടായിരുന്നു ചില സമയത്തൊക്കെ. പക്ഷെ അപ്പൊ ജനറേറ്ററൊക്കെ ബാക്കപ്പിന് ഉണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ അങ്ങനെ പോകാറില്ല. എപ്പോഴെങ്കിലും ചെറിയ മെയിൻ്റനൻസിന് എവരത് ഇവർ പ്രിയറായി ഞങ്ങൾക്ക് നോട്ടീസ് തരും ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 1 മണിക്കൂറിന്റെ അറിയിക്കും. ഇല്ല, അങ്ങനൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇവിടെ. കൂറുകാണ്. മലയാളം സംസാരിക്കും. പക്ഷെ മലയാളം ഞങ്ങളുടെ വീട്ടില് മലയാളം തന്നെ. എൻ്റെ ഉമ്മൻ്റെ നാട് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡ് മലയാളമാണ് വീട്ടിൽ. പക്ഷെ അതെ, പക്ഷെ കുട്ടികളൊക്കെ ബാരി ലാംഗ്വേജ് എന്ന് പറയും. അത് ഒരു കന്നഡ, തുളു, മലയാളം ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. കുറെ പഴയ ലാംഗ്വേജ് ആണത്. പക്ഷെ അതിന് ലിപിയൊന്നും ഇതില്ല. ഇവിടുത്തെ ഈ ബിസിനസ് നമുക്ക് ഇവിടെ മാത്രമല്ല ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന്. ഈ ബിസിനസ് ഞാനിപ്പോൾ ദമാമില് ഞങ്ങളുടെ ബ്രാഞ്ച് ഉണ്ട്, റിയാദിലും ഉണ്ട്. ഇതാണ് അതെ, മനസ്സിലാവും. പക്ഷെ കുറെയൊക്കെ ചിലയൊക്കെ വേർഡ്സ് ടഫ് എന്ന് തോന്നിയ ലാംഗ്വേജ് തെലുങ്കാണ്. തെലുങ്ക്
വായിക്കാൻ ഈസിയാണ്. കന്നഡ തെലുഗു സിമിലർ ലാംഗ്വേജ്, വായിക്കാൻ ഈസി, പക്ഷെ പറയാൻ ടഫാണ്. മൂവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ മലയാളം സിനിമയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനി ടൈം മലയാളം. ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട സിനിമയാണ്, തിയേറ്ററൊക്കെ വന്നല്ലോ. ലേറ്റസ്റ്റ് തിയേറ്ററിൽ കണ്ടില്ല, ഞാൻ കണ്ണൂർ സ്ക്വാഡാണ് കണ്ടത്. തിയേറ്ററിൽ പോയി ലാസ്റ്റ് കണ്ട പടം സുരേഷ് ഗോപിയുടെ ഗരുഡാണ്. ബിജു മേനൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ബിജു മേനൻ്റെ ഏത് പടവും ഞാൻ കാണും. അല്ല, മലയാളത്തിന്റെ എല്ലാവരും ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ റേറ്റിംഗ് കൊടുക്കാൻ അത് ടഫാ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ് മലയാളം. എല്ലാവരുടെ ഫാനാണ്. മമ്മൂട്ടിയിൽ കുറേയൊക്കെ നല്ല ഇതുണ്ട്. അതേമാതിരി മോഹൻലാലിൽ എല്ലാവർക്കും ഞങ്ങൾ കാണും. വൈഫിന് മലയാളം മൂവിയാണ് എന്തിലും. മലയാളം ഇല്ലെങ്കിലാണ് പിന്നെ വേറെ സെക്കൻഡ് ഓപ്ഷൻ. മലയാളം കഴിഞ്ഞാൽ പിന്നെ തമിഴ്, പിന്നെ ഹിന്ദി, ഞങ്ങളെ കന്നഡ. ഇതൊക്കെ കന്നഡയിൽ ഇപ്പൊ 1-2 നല്ല മൂവിയൊക്കെ വന്നായിരുന്നു, KGF ഒക്കെ. അത് പക്ഷെ അത് ഞങ്ങളെ മൂവി അല്ല. ഇപ്പൊ നന്നായിട്ട് നല്ല സപ്പോർട്ടാണ്. ഇതുവരെ ഒന്ന് പേടിച്ചിട്ടായിരുന്നു. അതെ. ഇപ്പോഴും ഇരുന്ന് റിലാക്സ് കൂടുതലാണോ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ബിസി വിത്ത് യുവർ ഫോൺ ആൻഡ് യുവർ ബിസിനസ്, അങ്ങനെ ഒരു സമയം ഫാമിലി ആയിട്ടും അങ്ങനെ കിട്ടാറുണ്ട്? അങ്ങനെ അത്ര ബിസി എന്നൊന്നും പറയാം. ഞാൻ അത്ര ബിസി ആയിട്ട് ഉള്ള ആളല്ല. എനിക്ക് അല്ല നമുക്ക് ലൈഫ് അത്ര ബിസി അങ്ങനെ വേണമെന്നില്ല. എല്ലാം കൂട്ടി ഇങ്ങനെ എനിക്ക് അങ്ങനൊന്നും ഇല്ല. എന്നെ വിശ്വസിച്ച് കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പൊ കമ്പനിയിലൊരു 45-45 പേരുണ്ട്, സൗദി എംപ്ലോയീസും ഇവരെ കൂടി. അതെ, 15 സൗദി ഉണ്ട്, 15 സൗദി ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പൊ 2 ഫോറിനേഴ്സ് വെച്ചാൽ 3ാമത് സൗദി വേണം. ഞങ്ങളെ ഈ ട്രേഡിങ്, ഞങ്ങളെ ഈ അത് വേറെ സെക്ടറിന് വേറെ ഇതുണ്ട്. ഞങ്ങളെ സെക്ടറിൽ 3ാമത്തെ സൗദി ഷുഡ് ബി സൗദി. അവരൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെയാണോ നമ്മൾ അവരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം തന്നെ. നമ്മൾ പുറത്തുനിന്ന് വന്നേക്കുന്ന ഒരാള് ആ ഒരു സ്ട്രേഞ്ചറിനോട് നമ്മളിങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ഒരു അത് ഇപ്പൊ പുതിയ ജനറേഷനിൽ അതില്ല. ഇപ്പൊ ഇവർക്ക് അറിയാം, ഇപ്പൊ ആ ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ഇന്ത്യൻസിന്റെ ഇമ്പോർട്ടൻസും അറിയാം. ലുലു എല്ലാം വന്നിട്ട് ഇപ്പൊ ഇന്ത്യൻ്റെ ഇതാണല്ലോ. അപ്പൊ ആ ഇന്ത്യൻസിന്റെ റെസ്പെക്ട് ഇവർക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ ഇന്ത്യൻസ് നല്ല വേറെ ഫീൽഡിലൊക്കെ കുറെ അച്ചീവ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഇപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്ന പുതിയ ജനറേഷൻ ആൾക്കാരൊക്കെ ശരിക്കും അവരൊരു വർത്ത് തന്നെയല്ലേ? അതെ. ഒരു വിഷൻസ് കാര്യങ്ങള്. അതെ, ഇപ്പത്തെ പുതിയ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനെ പറ്റി നല്ലൊരു ഇതാണ് ഇവിടുത്തെ പുതിയ ജനറേഷനൊക്കെ. അതേമാതിരി ഇപ്പൊ ഇവിടുത്തെ ലീഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ MBS മൂപ്പര് ആ വിഷൻ, ആ ഒരു വിഷൻ പ്രൈം മിനിസ്റ്റർ ആണ്, ക്രൗൺ പ്രിൻസ് ആണ്. ആ വിഷൻ നല്ലൊരു വിഷനാണ്. അതെ, മിഡിൽ ഈസ്റ്റ് ഏറ്റവും കൂടുതൽ മൂവിങ്, അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു ഇതായ സൗദി മാറി. അതെ, അത് സ്റ്റാർട്ടായി ഓൾറെഡി. അപ്പൊ അവർ മാറ്റം ഞങ്ങൾ കാണുന്നു. ഇപ്പൊ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, 2-3 വർഷം മുമ്പുണ്ട് സൗദി അല്ല ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പുതിയ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഒരു വിജയമന്ത്രം എന്താണ്? ഒന്നുമില്ല, ജസ്റ്റ് ഹാർഡ് വർക്ക്, പിന്നെ എന്ത് ചെയ്യാൻ ക്ലാരിറ്റി, സിൻസിയാരിറ്റി, അതാണ്. അപ്പോൾ ഹാർഡ് വർക്കിന് വേറെ ഓൾട്ടർനേറ്റീവ് വേർഡൊന്നും ഇല്ല, ഷോർട്ട് കട്ട് ഇല്ല ലൈഫിൽ സക്സസിന്. ഹാർഡ് വർക്കും പിന്നെ ഇപ്പോഴത്തെ സ്മാർട്ട് വർക്കും വേണം. അതെ, സ്മാർട്ട് വർക്ക് വേണം, പക്ഷെ സ്മാർട്ട് വർക്ക് അതെ പക്ഷെ ഷോർട്ട് കട്ട് ഇല്ല. നിങ്ങൾ ആദ്യം ഹാർഡ് വർക്ക് ചെയ്താലേ പിന്നെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ആ ഒരു ബേസ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതെ സ്മാർട്ട് വേൾഡ് ഇപ്പോഴാണ് ആയത്. അതെ അതിനു മുമ്പ് ഹാർഡ് വർക്ക് തന്നെയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ ഇനിയും ഇതുപോലെ ഒരുപാട് വിജയഗാഥകൾ തീർക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് നിസാർ അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇവിടുന്ന് വരുമ്പോഴത്തേക്കുണ്ടായ ബോംബെയിൽ നിന്നും സൗദിയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കടന്നു പോവുകയും ഒക്കെ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഹാഫ് മലയാളി, അങ്ങനെ നമുക്ക് മലയാളത്തിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ മക്കളുടെ കാര്യം പറയായിരുന്നു. 3 മക്കളാണ്. ആദ്യത്തത് ആണ് 11th സ്റ്റാൻഡേർഡിലുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. അതെ, അവര് ഇവിടെ തന്നെ 3 ആൾ ഇവിടെ തന്നെ. അതെ, ഇന്ത്യൻ സ്കൂളിൽ ഇവിടെ അടുത്ത് തന്നെ. രണ്ടാമത്തെ ആള് 8th സ്റ്റാൻഡേർഡിൽ, മൂത്ത മോനാണ്. രണ്ടാമത്തെ പെണ്ണ്, തേർഡ് വൺ പെണ്ണ്, അത് 4th സ്റ്റാൻഡേർഡിലുണ്ട്. അവർ ഓൾമോസ്റ്റ് സൗദി ഇതാണ്. നാട്ടിലെപ്പോഴെങ്കിലും വെക്കേഷൻ പോയി വരും, അത് അത്രേ ഉള്ളൂ. പേരൻസ് ഉണ്ട്, ഉപ്പ ഉമ്മ ഉണ്ട്.
ഇടയ്ക്ക് ഇവിടെ വരും. വരും. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം വന്നിട്ട് ഉണ്ടായിരുന്നു. ഉംറ കുറേ പ്രാവശ്യം വന്ന്. പിന്നെ ഇവർ വൈഫിൻ്റെ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം സൗഖ്യമായി അൽഹംദുലില്ലാ. ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അൽഹംദുലില്ലാ, ഇതുവരെ ഹാപ്പി ആയിട്ട് പോവാണ്. ബിസിനസ് കോൾഡ് ആണെങ്കിലും ജീവിതത്തിൽ ഹോട്ടായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പടച്ചവൻ ഹയർ ബർക്കത്ത് നൽകി മുന്നോട്ട് നന്നായിട്ട് എല്ലാ അനുഗ്രഹത്തോടു കൂടി പോകാൻ സാധിക്കട്ടെ. താങ്ക് യു. അൽഹംദുലില്ലാ.